ഈ ചർച്ച കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് അമ്പരന്നു. റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണോ ഈ ചർച്ച നടക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ ചർച്ച നടത്തുന്നത്? അങ്ങനെ കരുതാൻ കാരണമുണ്ട്. ടെലിവിഷൻ ചർച്ചകളിൽ പതിവ് പോലെ ഇടതുപക്ഷ പ്രതിനിധികളെ ഇടയ്ക്കു കയറി ശ്വാസം മുട്ടിക്കുന്ന, സംസാരിക്കാൻ അനുവദിക്കാത്ത ആ പഴയ കളി ഇനി നടക്കില്ല എന്ന് തെളിയിക്കുന്ന അതിശക്തമായ രംഗങ്ങളാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവിടെ ചോദ്യം ചോദിച്ച അവതാരകയ്ക്ക് കിട്ടിയത് സാധാരണ ഒരു രാഷ്ട്രീയ മറുപടിയല്ല. വർഷങ്ങളും കണക്കുകളും ഔദ്യോഗിക വിവരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കോർത്തിണക്കിക്കൊണ്ട് ഡാറ്റകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇടതുപക്ഷ പ്രതിനിധി ലിൻഡോ ജോസഫ് ഈ ചർച്ചയിൽ പെയ്യിച്ചത്. കേവലം വാക്കുകൾ കൊണ്ടുള്ള തർക്കമല്ല, മറിച്ച് വസ്തുതകളുടെ വൻമതിൽ തീർത്തുകൊണ്ടുള്ള ഒരു ഘടാഘടിയൻ മറുപടി. സാക്ഷാൽ വി.ഡി. സതീശൻ വന്ന് മുന്നിലിരുന്നാൽ പോലും ഇടയ്ക്കൊന്ന് കയറി സംസാരിക്കാൻ മടിക്കുന്ന രീതിയിൽ കൃത്യമായ ടൈം ലൈൻ വച്ചുകൊണ്ട് എതിരാളിയുടെ നാവടപ്പിക്കുന്ന അത്യുഗ്രൻ പ്രകടനം. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് വായും തുറന്നിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ ഇടതു പ്രവർത്തകർ ഒന്നുകൂടി ഉഷാറാകും. ഇടതുപക്ഷ പ്രതിനിധികളെ കാണുമ്പോൾ കലിയിളകുന്ന, അവർ സംസാരിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തുന്ന, ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ അവരെ പരിഹസിക്കുന്ന സാക്ഷാൽ സ്മൃതി പരുത്തിക്കാട് തന്നെ. സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് CPM നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു എന്ന വാർത്തകൾ നമ്മളൊക്കെ കേട്ടതാണ്. എന്നാൽ ബഹിഷ്കരണമല്ല യഥാർത്ഥ പ്രതിവിധി, മറിച്ച് അനാവശ്യമായ മാധ്യമ അജണ്ടകളെയും കള്ളപ്രചരണങ്ങളെയും കൃത്യമായ ഡാറ്റകൾ കൊണ്ട് നേരിട്ട് അവരുടെ വായടപ്പിക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ തന്ത്രമാണ് CPM ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച. ഈ ചർച്ചയ്ക്കിടയിൽ അവതാരക പരിഭ്രാന്തിയായി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് തിടുക്കം? നിങ്ങൾ ഉദ്ദേശിച്ച തിടുക്കം എന്താണ് ഈ പദ്ധതിയിൽ തിടുക്കം കാണിച്ചത്? നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ വിദഗ്ധർ പറയുന്ന കാര്യങ്ങളിൽ എന്റെ മുന്നിൽ വിദഗ്ധർ എഴുതിയ അഭിപ്രായങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ഇതിൽ വിദഗ്ധയല്ല. എൻ്റെ മുന്നിൽ വിദഗ്ധർ എഴുതിയ അഭിപ്രായങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ ഇക്കാര്യത്തിൽ വിദഗ്ധയല്ലല്ലോ എന്ന് കേൾക്കുമ്പോൾ തോന്നും ഏതോ വലിയ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരും അന്താരാഷ്ട്ര പരിസ്ഥിതി വിദഗ്ധരും പഠിച്ച് തയ്യാറാക്കിയ ആധികാരിക റിപ്പോർട്ടുകളാണ് ഇവരുടെ കയ്യിലുള്ളതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഈ വിദഗ്ധർ ആരായിരിക്കും? കോൺഗ്രസിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും അപ്പോൾ നിർമ്മിച്ചിറക്കുന്ന കള്ളക്കഥകളുടെയും നുണപ്രചരണങ്ങളുടെയും തനി നാടൻ ക്യാപ്സ്യൂളുകളെയാണ് ഇവർ ഈ വിദഗ്ധ അഭിപ്രായമെന്ന് വിളിച്ച് എഴുന്നള്ളിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരു ആധികാരികതയും ഇല്ലാത്ത കേട്ടുകേൾവികൾ മാത്രമുള്ള ഇത്തരം വാട്സപ്പ് ക്യാപ്സ്യൂളുകളും പൊക്കിപ്പിടിച്ചാണ് വലിയ മാധ്യമ സിംഹമെന്ന ഭാവത്തിൽ ഇവർ ചർച്ച നയിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ കളി മാറിയത് ഇവർ അറിഞ്ഞില്ല. ഇത്തരം പൊള്ളയായ വാട്സപ്പ് ക്യാപ്സ്യൂളുകളുമായി എത്തിയ അവതാരകയ്ക്ക് മുന്നിലേക്ക് ലിൻഡോ ജോസഫ് ഔദ്യോഗിക രേഖകളുടെയും വർഷങ്ങളുടെയും കൃത്യമായ ടൈം ലൈൻ ഡാറ്റകൾ ഓരോന്നായി എടുത്തു വച്ചപ്പോൾ കോൺഗ്രസ് സൈബർ അണികളുടെ ആ മാസ് ഹീറോ വെറും സീറോ ആയി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ചോദ്യം ചോദിച്ചു കൊടുക്കാൻ നോക്കിയവർ ഒടുവിൽ മറുപടിയില്ലാതെ വിയർക്കുന്ന കാഴ്ച. അതെ, നുണപ്രചരണങ്ങളുടെ വായടപ്പിക്കുന്ന, വസ്തുതകൾ കൊണ്ട് ചരിത്രം തിരുത്തി എഴുതുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഹീറോ ആയിരുന്ന സ്മൃതി എന്ന അവതാരക പൂർണ്ണമായും സീറോ ആയി മാറുന്ന ആ മറുപടി ഒന്ന് കാണാം. ശ്രീലിൻഡോ, ഇപ്പോൾ അത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വാദത്തെ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ അംഗമായ ഡോക്ടർ KG താരയെപ്പോലുള്ളവർ പറയുന്നത് ആത്മഹത്യാപരമാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി അവിടെ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതിലൊരു അസാധാരണമായൊരു വേഗം ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മേപ്പാടി പോലെ ഒരു സ്ഥലത്ത് നേരത്തെ 2 ദുരന്തങ്ങൾ ഉണ്ടായ ഒരു മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് വയനാട്ടിൽ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു 3 സീസണെങ്കിലും മഴയും കാലാവസ്ഥയും നിരീക്ഷിച്ച ശേഷമേ പദ്ധതിക്ക് തുടക്കമിടാകൂ എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം. പക്ഷേ അങ്ങനെയല്ല, വല്ലാത്തൊരു തിടുക്കം ഇതിലുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ തിടുക്കം ആരുടെ താല്പര്യമായിരുന്നു എന്ന ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഭരണപക്ഷത്തെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊരു അഭിപ്രായം പ്രതിപക്ഷത്തിനില്ല എന്നാണ്. ശ്രീ സ്മൃതി, താങ്കൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഒന്ന്, മനുഷ്യനിർമ്മിത ദുരന്തം എന്നുള്ള ആദ്യത്തെ പരാമർശത്തിൽ നിന്ന് മന്ത്രിമാരെല്ലാം പുറകോട്ട് പോയി എന്നുള്ളതാണ്. കാരണം വകുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഇതെല്ലാ നോംസും പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്ന് മന്ത്രിമാർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യനിർമ്മിത ദുരന്തം എന്നതിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നത്. അത് പോയതല്ല, പോകേണ്ടി വരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ട സ്മൃതി ഇവിടെ ചൂണ്ടിക്കാട്ടിയത് എന്തൊരു തിടുക്കം കാണിച്ചു എന്നുള്ളത്. എന്താണ് തിടുക്കം? നിങ്ങൾ ഉദ്ദേശിച്ച തിടുക്കം എന്താണ് ഈ പദ്ധതിയിൽ തിടുക്കം കാണിച്ചത്? നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ വിദഗ്ധർ പറയുന്ന കാര്യങ്ങളിൽ എന്റെ മുന്നിൽ
വിദഗ്ധർ എഴുതിയ അഭിപ്രായങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ഇതിൽ വിദഗ്ധയല്ലോ, ഞാൻ ചോദിക്കുകയാണ്. കാരണം 2023 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലോചന ഉണ്ടാകുന്നത്. 2025 ആകുമ്പോഴേക്കും പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തിടുക്കമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. വർഷങ്ങൾ നീണ്ട പഠനം ഇത്തരം പ്രദേശങ്ങളിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്തിലെ പ്രത്യേകതയും അംഗീകരിക്കാറിയാവുന്നതാണല്ലോ. ശരി, അല്ല സ്മൃതി, എന്നാൽ സ്മൃതിക്ക് വലിയ തെറ്റുണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 2023 ഈ പദ്ധതിയുടെ തുടക്കം. 2016 LDF ഗവൺമെൻറ്, ആദ്യ ഗവൺമെൻറ് ഈ പദ്ധതി ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. 2017-18 കാലയളവിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ നടക്കുന്നത്. 2019 ഈ പദ്ധതിക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് വെക്കുന്നത്. 2020 ആദ്യം 2016 തന്നെ തോമസ് ഐസക് ഒരു 20 കോടി രൂപ വെച്ചിരുന്നു. 2020 തോമസ് ഐസക് 653 കോടി രൂപ ആദ്യമായി ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്നു. 653 കോടി 2020. അതിനുശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ DPR എടുത്ത് പരിശോധിക്കുമ്പോൾ DPR എന്താണ്, നേരത്തെ ഒരു സിംഗിൾ ടണലാണ് പ്രപ്പോസ് ചെയ്ത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറഞ്ഞു 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കം നിർമ്മിക്കുമ്പോൾ അതിന് നിർബന്ധമായി സെക്യൂരിറ്റി ടണൽ ആവശ്യമായി വരും. സെക്യൂരിറ്റി ടണൽ എന്നതിനേക്കാൾ നല്ലത് ടിൻ ട്യൂബ് ടണലാകാം എന്ന നിർദ്ദേശം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെ ഈ ടിൻ ട്യൂബ് ടണലിന് ആവശ്യമായ പ്രപ്പോസൽ വിശദമായ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. ആ കാലത്ത് ഗവൺമെൻറ് മാറുന്നു. 2016-21 ഒന്നാം LDF ഗവൺമെൻറ് മാറി, രണ്ടാം LDF ഗവൺമെൻറ് വരുന്നു. 2022 KN ബാലഗോപാലാണ് പുതുക്കിയ DPR പ്രകാരമുള്ള 2134 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ അനുമതി നൽകുന്നത്. 2022 പ്രസ്തുത പദ്ധതിക്ക് അനുമതി നൽകിയപ്പോഴാണ് ഒരു വർഷം നീണ്ടുനിന്ന SIA സ്റ്റഡി നടക്കുന്നത്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് സ്റ്റഡി നടക്കുന്നത്. 2022 ജൂണിൽ ആരംഭിച്ച് 2023 ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന SIA സ്റ്റഡി നടക്കുന്നത്. SIA സ്റ്റഡിയുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് കോഴിക്കോടും വയനാടും ഇതിൻ്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ. 2023 സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ, ഈ പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടി സമർപ്പിക്കുന്നത്. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് സമർപ്പിച്ച് അതിൻ്റെ പരിശോധനകളും തുടർ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്ന ഘട്ടത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ദുരന്തമുണ്ടാകുന്നു, വലിയ ദുരന്തം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് കമ്മിറ്റി കൂടുതൽ പരിശോധനകൾ കൂടി നടത്തി സ്റ്റേറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് നൽകുന്നു. ഏത് വർഷം? 2025 മാർച്ച് മാസത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് നൽകുന്നു. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ലഭ്യമായതിനു ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ക്ലിയറൻസ് കിട്ടുന്നത് 2025 ജൂൺ മാസത്തിലാണ്. 2025 ജൂൺ മാസത്തിൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകളുടെ ക്ലിയറൻസും ഫോറസ്റ്റിൻ്റെ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്ലിയറൻസും SIA സ്റ്റഡിയും മറ്റ് നടപടിക്രമങ്ങളും ഈ ലോങ് ടേം പ്രോസസ്സ് ആകെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് മാസം 31 നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിടുക്കം ഉണ്ടായിട്ടേയില്ല. ഒന്നാം ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് മുതൽ ഉണ്ടായിരുന്ന പ്രപ്പോസൽ അതിന് ഘട്ടം ഘട്ടമായി അതിനാവശ്യമായ പഠനങ്ങൾ നടത്തി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ SPV ആയി നിശ്ചയിക്കുന്നത് പോലും എന്തിനാണ്? ഇത്രയും വലിയൊരു പദ്ധതി, തുരങ്കപാത പോലെയുള്ള ഒരു പദ്ധതി നിർമ്മിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം PWD ഡിപ്പാർട്ട്മെന്റിന് ഇല്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് PWD ആണ്. അപ്പോൾ PWDക്ക് ആ സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട് SPV ആയി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നു. ആ സജഷൻ ആരാ തന്നത്? ആ സജഷൻ തന്നത് അന്ന് ഡൽഹി മെട്രോയുടെ ചെയർമാനായിരുന്ന ശ്രീ മെട്രോമാൻ ശ്രീധരനാണ്. അദ്ദേഹമാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ചേർത്ത് വെക്കുന്നത്. അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലേക്ക്, എന്ന് പറഞ്ഞാൽ ഈ നാൾവഴികൾ വർഷങ്ങളുടേതാണ്.